ഇപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ പല ആളുകളും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ലോൺ കൊടുക്കുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുകയല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അഥവാ ഇതുപോലെ പ്ലേ സ്റ്റോറിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളുടെ റിസർവ് ബാങ്ക് RBI അപ്രൂവ് ചെയ്ത ആപ്പുകളുമുണ്ട്, ഫ്രോഡായിട്ടുള്ള ഫേക്കായിട്ടുള്ള ആപ്പുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ, അത് പോരാതെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ അങ്ങനെയും ആപ്പുകൾ വരും. നമ്മൾ ജസ്റ്റ് യൂട്യൂബിലും സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ വരും. അപ്പോൾ പരമാവധി RBI, നിങ്ങൾക്ക് സിബിൽ ഉണ്ടെങ്കിൽ പരമാവധി RBI അപ്രൂവ് ചെയ്ത ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രം നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക. ഫേക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഫേക്ക് ആപ്പും അതുപോലെ തന്നെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്പും തമ്മിലുള്ള വ്യത്യാസം: ഫേക്ക് ആപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ ആധാർ നമ്പറും പാൻ കാർഡും ഒക്കെ അവർ ചോദിക്കും. അവർക്ക് ആകെ ആവശ്യമുള്ളത് നിങ്ങളുടെ ഫോൺ നമ്പറും പിന്നെ നിങ്ങളുടെ ഫോണിലെ കുറച്ച് പെർമിഷനും വേണം. അഥവാ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റ്, നിങ്ങളുടെ ഗാലറി, നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ SMS, ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ഇപ്പോൾ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള സൈറ്റുകാർക്കും അവരും ആവശ്യപ്പെടും പെർമിഷൻ. അതൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ആപ്പ് സൈൻ ഇൻ ചെയ്യാനും ഓപ്പൺ ആക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഈ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ രേഖകൾ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ സിബിൽ, നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ അവിടെ അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ. RBI അപ്രൂവ്ഡ് അല്ലാത്ത ആപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രേഖകൾ കൊടുക്കുന്നതോടുകൂടി അവർക്ക് സിബിലും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും അവർക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് പൈസ കിട്ടും ചെയ്യും. ഈ ഫേക്ക് ആപ്പിൽ നിന്ന് ഇതുപോലെ ലോൺ എടുത്തിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ട്, പൈസ ചോദിക്കുന്നുണ്ട്, കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊരു ചൊക്കും ചെയ്യൂല എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പേഴ്സണൽ ലോണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നിങ്ങളുടെ വസ്തുവിൻ്റെ, വീടിൻ്റെയോ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കുന്നത് അതിൻ്റെ കാര്യമില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ ലോൺ മാത്രം എടുക്കുക. ഇത് ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയല്ല, മറിച്ച് ഇതുപോലെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഉസ്താദെ, ലോൺ എടുത്തു, ഞാൻ കുടുങ്ങി, ഇപ്പോൾ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഫേക്ക് ലോണിൽ നിന്നാണ് അവർ ആപ്പിൽ നിന്നാണ് അവർ ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അവർ ഫേക്ക് ലോണിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ട് അവർ വിളിക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് അവർ വിളിക്കും. ഒരു 10,000 രൂപ നിങ്ങൾ ലോൺ എടുത്താൽ, നിവൃത്തിയോട് കൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. പരമാവധി നിങ്ങൾ ഒരിക്കലും ഇത്തരം ഫേക്ക് ആപ്പാണെന്ന് അറിയുന്നവരോടുകൂടി നിങ്ങൾ ലോൺ എടുക്കാൻ നിൽക്കരുത്. അഥവാ എടുത്തു കുടുങ്ങിയാൽ അവർ നിങ്ങൾക്ക് വിളിക്കും. 1-2 ആഴ്ച കഴിയുമ്പോഴേക്ക് വിളിക്കും, നിങ്ങളുടെ പൈസ അടക്കണം, അടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. ആദ്യം തന്നെ ഇങ്ങോട്ട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കരുത്, പാനിക്കാകാൻ പാടില്ല. അവരൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇനി അവരോട് നമ്മൾ പറയാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാം എന്ന് നമുക്ക് പറയാം. ഇനി അവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുക, തിരിച്ചങ്ങോട്ടും വിളിക്കുക. നിങ്ങൾക്ക് വിളിച്ചാൽ തിരിച്ച് അങ്ങോട്ടും ശല്യപ്പെടുത്തുക. നിങ്ങളെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയ ആൾ സുഖമായിട്ട് ഉറങ്ങാൻ നിങ്ങൾ അനുവദിക്കരുത്. അവരെയും ശല്യപ്പെടുത്തുക. രാത്രി സമയങ്ങളിലൊക്കെ നിരന്തരമായിട്ട് അവരെ വിളിച്ച് ശല്യപ്പെടുത്തുക. പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി നമുക്ക് വന്ന അതേ നമ്പറിൽ തിരിച്ച് അങ്ങോട്ടും വിളിച്ച് അവരെ ശല്യപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവർ ചെയ്യുന്നൊരു ഭീഷണിയാണ്, നിങ്ങളുടെ ഫോണിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ മോർഫ് ചെയ്യും. ആ പഴയ ശൈലി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫോണിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ മോർഫ് ചെയ്യും, അങ്ങനാക്കും. അപ്പോൾ നമ്മൾ പറയാം, ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളാൻ പറയാം, ഒക്കെ ചെയ്തോളാൻ പറയാം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവരിങ്ങനെ ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഇതിലൊക്കെ സ്റ്റാറ്റസ് ഇടുക. അഥവാ നിങ്ങളുടെ അവസ്ഥ, ഞാനിങ്ങനെ ഒരു ഫ്രോഡ് ആപ്പിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഇൻബോക്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്കൊക്കെ ഇതുപോലെ എൻ്റെ മോശമായ രീതിയിലുള്ള പിക്ചറുകളോ വീഡിയോസൊക്കെ അവർ അയക്കാൻ സാധ്യതയുണ്ട്. മൈൻഡ് ചെയ്യേണ്ട, അത് അവരുടെ ഭാഗത്തു നിന്നുള്ള, അവർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയാം. ഒരു നയാ പൈസ പോലും നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. പണം എടുത്തു കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കുള്ളിൽ അവർ വിളി തുടങ്ങും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ സിബിലില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവർ ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അത് ഫേക്കാണ്, 100% ഫേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റിയൽ
ഫേക്ക് അല്ലാത്ത RBI അപ്രൂവ്ഡ് അല്ലാത്തതിൻ്റെയോ എത്രയോ ഇരട്ടി 100 ഇരട്ടി വേണമെങ്കിൽ ഇവിടെ ഫേക്ക് ലോൺ ആപ്പുകൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിബിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അത് ഫേക്കാണ്. അവർക്കൊരു രൂപ പോലും തിരിച്ച് നിങ്ങൾ കൊടുക്കരുത്. മറിച്ച് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിളിച്ചാൽ തിരിച്ചങ്ങോട്ടും വിളിച്ച് ശല്യപ്പെടുത്തുക. പിന്നെ മോർഫ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തോളം പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായാൽ അവർ കരുതും ഇവൻ നമ്മളെക്കാട്ടിലും വലിയ ഫ്രോഡാണ്, ഉടായിപ്പാണ് എന്ന് കരുതി അവർ തന്നെ ഒരു 1-2 ആഴ്ച നിങ്ങളുടെ കൂടെ കൂടും. പൈസ കിട്ടൂല എന്ന് കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ ഒഴിവാക്കും. അല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കാനോ ടെൻഷൻ അടിക്കാനോ ബുദ്ധിമുട്ടാനോ പാനിക്കാകാനോ ഒന്നിൻ്റെയും ആവശ്യമില്ല. അവരൊരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. ഇനി ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങോട്ട് പോന്നോ, ഞങ്ങളിവിടെ ആളുകളുണ്ട്, നിങ്ങൾ എത്ര ആളാണെങ്കിലും അതിനെ നേരിടാൻ ഞങ്ങളുടെ നാട്ടിൽ ആളുകളുണ്ട്, ഇവിടെ നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോന്നോ എന്ന് പറയാം. അവരൊരിക്കലും വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് കുറച്ച് ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവർ നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പിക്ചർ ഉണ്ടാക്കി, അത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ആരോ എഡിറ്റ് ചെയ്തതാണ് എന്നുള്ളത്. വീഡിയോ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും നമുക്കറിയാൻ പറ്റും ഇത് ആരോ ഇവനോട് വിരോധമുള്ള എന്തോ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാണ് എന്ന് നമ്മൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ കണ്ടാൽ പോലും തെറ്റിദ്ധരിക്കില്ല. ആ രൂപത്തിലായിരിക്കും അവർ ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പം അതുകൊണ്ട് പണം കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യരുത്. ഒരു നയാ പൈസ പോലും, നിങ്ങൾക്ക് 10,000 രൂപ ഒരു ലോൺ തന്നിട്ടുണ്ടെങ്കിൽ 1 രൂപ പോലും നിങ്ങൾ തിരിച്ചടക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവർക്ക് നമ്മുടെ കോടതിയുമായിട്ടോ അല്ലെങ്കിൽ പോലീസുമായിട്ടോ ഒരു നിലക്കും കേസുമായിട്ട് മുന്നോട്ട് പോകാനൊന്നും അവർക്ക് കഴിയില്ല. ഇത് ഒരു നിലക്കും നമ്മുടെ RBI നമ്മുടെ കോടതി ഒന്നും അംഗീകരിക്കാതെ അവരുടെ സ്വന്തം റിസ്കിൽ തരുന്ന ഒരു ലോണാണ്. അത് നിങ്ങൾ വാങ്ങി പോക്കറ്റിലിടുക. അല്ലാതെ ഒരിക്കലും തിരിച്ച് അവർ വിളിക്കുമ്പോൾ പേടിക്കാനോ അതിനൊന്നും നിങ്ങൾ നിൽക്കരുത് എന്ന് ദയവ് ചെയ്തിട്ട് ഞാൻ ഈ വിഷയം ഇത് പേടിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കുക. പരമാവധി ഇങ്ങനത്തെ ലോൺ ആപ്പിൽ നിന്ന് ഇതൊരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ലോൺ എടുക്കാതിരിക്കുക എന്ന് മാത്രം ഈ സമയത്ത് പറയണം.